നമ്മൾ കാണാൻ പോകുന്ന ക്ഷീരകർഷകർക്ക് ഏറ്റവും അനുയോജ്യമായ കാലിത്തീറ്റയാണ്. ഇത് ഉപയോഗിക്കുന്ന മൂലം പശുക്കളുടെ പാലുൽപാദനം കൂട്ടാനും ചെലവ് കുറയ്ക്കാനും സാധിക്കും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേര് പറയാമോ? എന്റെ പേര് അജിത്ത്. ഓക്കെ, നമ്മുടെ സ്ഥലം പറയോ? ഇത് കൊച്ചിപ്പം എന്ന് പറയുന്ന സ്ഥലം, ഇടുക്കി ജില്ലയില്. അപ്പൊ ഈ കാണുന്ന കാറ്റൽ ഫീഡിലേക്ക് എന്തുകൊണ്ടാണ് മാറാൻ കാരണം? ഇത് നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്, ഫൈബർ കണ്ടന്റ് ഉണ്ട്, പിന്നെ റെഗുലർ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് മാറിയത്. ഇത് നമ്മൾ പൊട്ടിച്ച് നമുക്ക് കാണിക്കാം കേട്ടോ. ഇതിപ്പോ നമ്മൾ ഒരു ചാക്കും എത്ര കിലോയുടെയാണ്? 50 കിലോയുടെ ചാക്കാണ്. അപ്പൊ ഇതാണ് കാറ്റൽ ഫീഡ്. ഇത് കൊടുത്തവിടാണ്. ഇതിന്റെ അകത്ത് വേണ്ട പിണ്ണാക്ക് എല്ലാം കിട്ടും. അപ്പൊ ഇതാണ് കാറ്റൽ ഫീഡിന്റെ ആ പൊടുത്തവിട് എന്ന് പറഞ്ഞാല്. ഇതിന്റെ അകത്ത് പ്രോട്ടീന് 26%, പിന്നെ ഫൈബർ അടങ്ങിയിരിക്കുന്നത് 18%. പക്ഷെ ഇത് കർഷകർ കൊടുക്കുന്നത് വളരെ വില കുറഞ്ഞ രീതിയിലാണ്. ഈ കാറ്റൽ ഫീഡ് കൊടുത്തിട്ട് എത്ര നാളായി? ഇതിപ്പോ 3 മാസമായി. 3 മാസമായി. റിസൾട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല റിസൾട്ട് ഉണ്ട്. പാലിന് നല്ല കൊഴുപ്പുണ്ട്, റീഡിങ് കൂടുതലുണ്ട്. ഓക്കെ ഓക്കെ. ഇതിന്റെ അകത്ത് ചേട്ടന് എന്തെങ്കിലും സാമ്പത്തികമായ ലാഭം എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ കൊടുത്തോണ്ടിരുന്ന തവിട്, മേസുപൊടി, പിണ്ണാക്ക് എല്ലാം സെപ്പറേറ്റ് മേടിക്കണം. അപ്പൊ അതിന് സെപ്പറേറ്റ് എല്ലാ കണ്ടന്റും ഒരുമിച്ചുള്ളതുകൊണ്ട് ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, ഒറ്റയടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പണ്ട് നമ്മൾ പൊടുത്തവിട് കുറെ പൊടുത്തവിട് കൊടുത്തില്ലേ, ഗോതമ്പവിടെ ഒക്കെ കാണില്ലേ? അപ്പൊ അത് നേരം നമുക്ക് എന്തായാലും കോസ്റ്റ് ഉണ്ടായിരുന്നു, ചെലവുണ്ടായിരുന്നു. അപ്പൊ പിണ്ണാക്കിന് 2800 രൂപ, 1800 രൂപ മേസുപൊടിയാവും, 1300 രൂപ ഗോതമ്പ് തവിടാവും, 800 രൂപ അവരത്തവിടിനാവും. അത്രയും പൈസ കൂടുതലാണ്. പിന്നെ നമുക്ക് റിസ്ക് വേണം, എടുത്ത് വെക്കണം. ഇതിപ്പോ പൊട്ടിച്ച ആ ഒരു കേസിന്റെ കൂടെ ഇട്ടാ മതി അല്ലേ? അന്നത്തെ ദിവസത്താനുള്ളത് ഓരോ കേസ് പൊട്ടിച്ചാൽ മതി. പശുക്കളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? നല്ല ആരോഗ്യമുണ്ട്, നന്നാവുന്നുണ്ട്. ക്ഷീണമൊന്നുമില്ല അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഒരു ചാണകം എങ്ങനെയാ പോണത്? ചാണകം മുറുകയാണ് പോണത്. ആദ്യം എങ്ങനെയായിരുന്നു? ലൂസായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ദഹനം എങ്ങനെയാ പോണത്? നല്ലപോലെ ദഹനം നടക്കുന്നുണ്ട്. പിന്നെ പാലിന്റെ ഉൽപാദനം എങ്ങനെയാന്നേ? പാലിന് കുഴപ്പം നേരത്തേക്കാൾ കൂടുതലുണ്ട്. അതായത് പാല് കൂടുതലാണ് നേരത്തെ കൂടുതലുണ്ട്. നമ്മള് കൊടുക്കുന്ന സൊസൈറ്റിയിലാ? പഴയപടി സൊസൈറ്റിയില്. ഓക്കെ. സൊസൈറ്റി മാത്രമാണ് നമ്മൾ വിൽപ്പന? അടുത്ത് 2-3 വീടുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നേരത്തെ സൊസൈറ്റി കൊടുത്തുമ്പോ എത്ര രൂപ നമുക്ക് കിട്ടുമായിരുന്നു? ഏകദേശം 40 രൂപയൊക്കെ ഉള്ളു. ഇപ്പൊ എത്ര കിട്ടും? 46. അപ്പൊ RP കാറ്റൽ ഫീഡിന്റെ അന്നപൂർണ ഫീഡ്സിൽ 11 കൂട്ടം പൊടുത്തവിടുകളാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ RP കാറ്റൽ ഫീഡിന്റെ അന്നപൂർണ ഫീഡ്സ് ഉപയോഗിക്കുന്ന മൂലം പശുക്കളുടെ ചെലവ് കുറയ്ക്കാനും പാലുൽപാദനം കൂട്ടാനും പാലിന്റെ കൊഴുപ്പ് കൂട്ടാനും സാധിക്കുന്നു. അപ്പോൾ RP കാറ്റൽ ഫീഡിന്റെ അന്നപൂർണ ഫീഡ്സ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ ഫീഡ് കേരളത്തിൽ എവിടെയും എത്തിച്ചു നൽകും.